എന്താ എന്ത് പറ്റി ഗൗതം? ഒരു സ്വപ്നം കണ്ടതാ. സ്വപ്നോ? അത് ഈ കണ്ണൂരിലോ? നല്ല സ്വപ്നമല്ല, ദുസ്വപ്നം. കാലത്തെ കണ്ട സ്വപ്നം ഫലിക്കുന്ന. ബോംബോ വടിവാളോ? ഏതുകൊണ്ടാ ചത്തത്? അറം പറ്റുന്ന ഒന്നും പറയരുത്. ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്താൻ പ്രാർത്ഥിക്കും. മതി വണ്ടി വിടെ. ഹലോ, ഞാൻ എത്തി. റേഞ്ച് കുറവാണ് ഇവിടെ. ഞാൻ രാത്രി വിളിക്കാം അമ്മേ. നമസ്കാരം സാർ. നമസ്കാരം. അവിടെ അക്കോമഡേഷൻ. ഞാൻ ഈ സ്കൂളിലെ പിയൂണ. നമസ്കാരം പറയാൻ ഒരു കയ്യേ ഉള്ളു സാർ. മറ്റേത് കഴിഞ്ഞ ഇലക്ഷന് പോയതാ. കണ്ടില്ലേ, പിള്ളേര് ചുറ്റും കോണകത്തിൽ പോലെ രാഷ്ട്രീയമുണ്ട്. എങ്ങനെയുണ്ട് ഈ നാട്? പാർട്ടി ആരെങ്കിലും എതിർത്താൽ അവർക്ക് ആധിപത്യമുള്ള ഗ്രാമങ്ങളിൽ ഊരുവിലക്ക് പോലും നടപ്പാക്കും. കൊടി കുഴിച്ചിടാനും മുദ്രാവാക്യം വിളിക്കാനും മാത്രമേ ഇവിടുത്തെ നേതാക്കന്മാർ അണികളെ ശീലിപ്പിച്ചിട്ടുള്ളൂ. സ്നേഹമുള്ള ജനങ്ങളാ, അന്ധമായ ആത്മാർത്ഥത. അതുകൊണ്ടാ സ്വന്തം ജീവൻ പോലും പാർട്ടിക്ക് വേണ്ടി ബലി കൊടുക്കുന്നത്. ഒമ്പതാം വാർഡിൽ കണ്ടൂർ വീട്ടിൽ വിശ്വൻ മകൾ വിലാസിനി. വിലാസിനിയെ, അയ്യോ നിന്റെ മക്കളാന്നോ? എന്റെ പൊന്നു മക്കളെ. അയ്യോ ഒരു നോട്ടം. അല്ല, ഇവിടെ ഇരുന്ന് ഇങ്ങനെ അലക്കി കുളിച്ചാൽ മാത്രം മതിയോ? നമുക്കൊന്ന് സമ്മതിദാനാവകാശം നിർവഹിക്കണ്ടേ? എന്തോന്ന്? അതെ, 18 വയസ്സ് കഴിഞ്ഞാൽ ഏത് സ്ത്രീയുടെയും മൗലിക അവകാശമാണ് ഇഷ്ടപ്പെട്ടവർക്ക് തന്റെ സമ്മതിദാനാവകാശം വളരെ രഹസ്യമായിട്ട് വിനിയോഗിക്കാന്നുള്ളത്. നമുക്ക് ഒന്ന് എളുപ്പം കുത്തിയിട്ട് വരാം. വന്നാട്ടെ. കോഴിത്തലയാ, തോന്നിയാസം പറഞ്ഞല്ലോ. അയ്യോ, തെറ്റിദ്ധരിച്ചു. വോട്ട് കുത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയുടെ വോട്ട് ഒന്നുപോലും പാഴാക്കരുതെന്ന സഖാവിന്റെ കൽപ്പന. ഓ പിന്നെ ഇവിടെ 100 കൂട്ടം ജോലി എടുക്കുക. അതിനിടയിൽ ഈ പിള്ളേരെ നോക്കണം. പിള്ളേരല്ലയോ, അത് നമുക്ക് ഏത് ആണ്ടിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ ഇലക്ഷൻ ഇനി 5 ആണ്ട് കഴിഞ്ഞേ ഉള്ളൂ, അത് ഓർമ്മ വേണം. കൊച്ചിനെ അടിച്ചു മാറ്റിയാലോ? കണ്ണൂർ താലൂക്കിൽ കുന്നത്തൂർ വില്ലേജിൽ 9-ാം വാർഡിൽ വേലുപ്പിള്ള മകൻ വിശ്വനാഥൻ. അങ്ങോട്ട് നീങ്ങിയില്ലേ? പരിപിടിക്കണം. വാടോ, ഇവിടെ വാടോ. ഒക്കെ ബന്ധുസാണല്ലോ. അവനിന്ന് ഇവിടെത്താൻ സാധ്യതയുണ്ട്. കണ്ണിപ്പെട്ട വിടരുത്. മുട്ടിന് താഴ്ത്തു മതി, കൊല്ലരുത്. അവനെ ജീവനോടെ കിട്ടിയാലേ എനിക്ക് നിയമം നടപ്പാക്കാൻ പറ്റൂ. ആഹാ, ഇതാരും മാഷോ? മാഷേ, സ്വന്തം മനസാക്ഷിക്ക് അനുസരിച്ച് വോട്ട് ചെയ്യാവൂ. പ്രസിഡന്റിൽ നിന്നും സ്വർണ്ണമെഡൽ നേടി നാടിന് മാതൃകയായ അധ്യാപകനാ. സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കാൻ മാഷിന് പറ്റൂ. എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇവിടെ അനന്തം പോലീസിനെ ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ധൈര്യമുള്ളൂ. മടിക്കെട്ടി മനസാക്ഷി നെഞ്ചത്ത് മണിപ്പേഴ്സും വെച്ച് പാവപ്പെട്ട പൗരന്റെ ഓരോ വോട്ടും ഭിക്ഷ യാചിച്ച് നാട് മുടിച്ച് ജീവിക്കാൻ ചെന്നായ്ക്കളാ ഇവിടുത്തെ നേതാക്കള്. മാഷ് അവർക്ക് വോട്ട് ചെയ്യരുത്. വാ മാഷേ. വോട്ട് ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചുകൊണ്ട് മാഷ് ഇവിടെയും മാതൃകയാവണം. വാ മാഷേ. വാ മാഷേ. വരാൻ. നീതിബോധമുള്ള ഒരു പോലീസുകാരനായിരുന്നു. ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോ തന്നെ വട്ടായി പോയി. ഞാനിവിടെ നിന്നില്ല. അവനെ ആരാ പിടികൂടുക? അവൻ വരും. എനിക്ക് അവനെ ജീവനോടെ പിടികൂടണം. വിടൂ, എനിക്ക് നിയമം നടപ്പാക്കണം.
കണ്ണൂർ താലൂക്കിൽ കുന്നത്തൂർ വില്ലേജിൽ 9-ാം വാർഡിൽ മാധവൻ മകൾ CK മൈഥിലി 456 നമ്പർ. കണ്ണൂർ താലൂക്കിൽ കുന്നത്തൂർ വില്ലേജിൽ 9-ാം വാർഡിൽ മാധവൻ മകൾ CK മൈഥിലി 456 നമ്പർ വോട്ട്. പ്രധാന വാർത്തകളിലേക്ക്. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പ് തീർത്തും സമാധാനപരമായി. വോട്ടെണ്ണൽ നാളെ കാലത്ത് ആരംഭിക്കും. കണ്ണൂരിൽ നിന്നും മകൻ ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞു ഒരു കുഴപ്പവുമില്ലാതെ തിരിച്ചു വന്നതിന് ശ്രീപത്മനാഭന് വഴിപാടും കഴിച്ചു വന്നിരിക്കുന്നു ചന്ദ്രമതി എന്ന എന്റെ പൊന്നമ്മ. എന്തൊരു സ്നേഹമേ മോനോട്. കണ്ടല്ലേ, ആണായിട്ടും പെണ്ണായിട്ടും ദൈവം ഒന്നിനെ തന്നിട്ടുള്ളൂ, അതുകൊണ്ടാ. എങ്കിൽ അമ്മയ്ക്കൊരു മോള് കൂടി വരാൻ പോകുന്നു. ആ കണ്ണൂരിൽ നിന്നും ഈ മകന്റെ മനസ്സിലേറി ഒരു സുന്ദരി പെണ്ണ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തോന്ന്? ദേഷ്യപ്പെടല്ലേ, ആളകത്തുണ്ട്. വന്ന് കണ്ട് അഭിപ്രായം പറയണം. എങ്ങനെയുണ്ട്? അമ്മയുടെ അനുഗ്രഹത്തോടെ ഞാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാ. മതി, എനിക്കൊന്നും കേക്കണ്ട, കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. അയ്യോ അവിടെ നിക്ക്. അമ്മയിൽ നിന്ന് എന്തെങ്കിലും ഈ മകൻ ഇതുവരെ ഒളിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും പേര് ദോഷം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. നന്നായി പഠിച്ചു, നല്ല പ്രായത്തിൽ തന്നെ ഒരു വെറ്റിനറി ഡോക്ടറായി ജോലിയും മേടിച്ചു. ഇനി മരിച്ചുപോയ എന്റെ അച്ഛന്റെ അവസാന ആഗ്രഹം ഈ മകന് സാധിച്ചു കൊടുക്കണം. അതെ, മരിക്കുന്നതിന് മുമ്പ് അമ്മ കേൾക്കാതെ അച്ഛൻ എന്നോട് പറഞ്ഞു, എത്ര മനോഹരമായ നാടാണ് മലബാർ, പ്രത്യേകിച്ച് കണ്ണൂർ. ഒരു മാർക്സിസ്റ്റുകാരന്റെ മകനായ നീ വിവാഹം കഴിക്കുന്നത് ആ വിപ്ലവ ഭൂമിയിൽ നിന്നായിരിക്കണം. സത്യം, അമ്മ അറിയാതെ അന്ന് അച്ഛന് വാക്ക് കൊടുത്തതാ. ഇപ്പൊ ഞാൻ അറിയാതെ തന്നെ അത് സംഭവിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കുട്ടി എനിക്ക് ഇഷ്ടായി. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ, അല്ലേ അമ്മേ? ബെസ്റ്റ് ഇംപ്രഷൻ കള്ളം പറഞ്ഞ് വലിപ്പിക്കുന്ന കാര്യത്തിൽ നീ അച്ഛന്റെ മോൻ തന്നെയാ. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടായി. നേരാണ് അമ്മേ, ആ കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, എന്റെ അമ്മയെ പോലെ. ഞാൻ പോയി ആ കുട്ടിയെ കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിക്കാനോ? എങ്ങനെ? അങ്ങോട്ടൊരു ട്രാൻസ്ഫർ. എന്ത് മണ്ടത്തിനാ നീ പറയണേ? ഒരു മിന്നായം പോലെ കണ്ട പെണ്ണിന് വേണ്ടി ട്രാൻസ്ഫറോ? നീ അവിടെ ചെല്ലുമ്പോ ആ കുട്ടിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെടുത്തണം. പേടിക്കണ്ട, എപ്പോ അമ്മയ്ക്ക് മോനെ കാണണമെന്ന് തോന്നുന്നു അപ്പൊ ഞാനിവിടെ എത്തും. രാവിലത്തെ ട്രെയിനിന് കണ്ണൂരിൽ നിന്ന് കയറിയാൽ രാത്രി അത്താടും ഇവിടെ തിരുവനന്തപുരത്ത്. എപ്പടി? അതിന് പെട്ടെന്നൊരു ട്രാൻസ്ഫർ എങ്ങനെ കിട്ടാനോ? നമ്മുടെ അമ്പിയെണ്ണം വിചാരിച്ചാൽ അത് നടക്കും. കൊള്ളാം, അവനിപ്പോ പാർട്ടിയിൽ നിന്ന് സ്ഥാനവും പോയി, ഉടുത്തിരുന്ന മുണ്ടും പോയി, ഇപ്പതാ മെഡിക്കൽ കോളേജിൽ നിരാഹാരം കിടക്കുക.